വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലോട്ട് ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം ജസീൽ സാറാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാനായിട്ട് പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ട രണ്ട് ഡിവൈസുകളെ കുറിച്ചാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറും, സെക്കൻഡ് വൺ മൂവിംഗ് കോയിൽ മൈക്രോഫോണുമാണ്. ഈ രണ്ട് ഡിവൈസുകളുടെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു ഒറ്റ വീഡിയോയിൽ ഡീൽ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കടന്നു വരൂ, നമുക്ക് പഠിച്ചെടുക്കാം. റെഡി? ഫസ്റ്റ് വൺ നമ്മൾ അതിൻ്റെ പാർട്സ് ആണ് നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ലൗഡ് സ്പീക്കർ എടുക്കുന്നു. ലൗഡ് സ്പീക്കറിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പാർട്സ് വരുന്നത് ആദ്യം നമ്മൾ നോക്കുന്നു. പച്ചിരുമ്പ് കവചമുണ്ട്. ഏറ്റവും പുറത്ത് കാണുന്ന ഒരു പച്ചിരുമ്പ് കവചമുണ്ട്. ഈ പച്ചിരുമ്പ് കവചം അല്ലെങ്കിൽ സോഫ്റ്റ് അയൺ കോർ ഉണ്ട്, അല്ലെങ്കിൽ സോഫ്റ്റ് അയൺ ഷീൽഡ് ഉണ്ട്. ഈ സോഫ്റ്റ് അയൺ ഷീൽഡിനകത്താണ് നമ്മൾ ഈ ഡയഫ്രത്തിനെ കണക്ട് ചെയ്ത് വെക്കുന്നത്. അതിനുശേഷം ഡയഫ്രമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു വോയിസ് കോയിലുണ്ട്. ആ വോയിസ് കോയിൽ ഇരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഒരു ഫീൽഡ് മാഗ്നറ്റിനിടയിലാണ് ഈ വോയിസ് കോയിൽ ഉള്ളത്. ഈ വോയിസ് കോയിൽ എവിടെയാണ് ഇരിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഒരു പച്ചിരുമ്പ് കോർ, ഒരു സോഫ്റ്റ് അയൺ കോറിൻ്റെ അകത്താണ് നമ്മുടെ എന്തിരിക്കുന്നത്, ഈ വോയിസ് കോയിൽ ഇരിക്കുന്നത്. അപ്പോൾ ഈ വോയിസ് കോയിൽ ഈ പച്ചിരുമ്പ് കോയിലിൻ്റെ ചുറ്റും ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അതിന് ഫ്രീ ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാനും കഴിയുന്നതാണ്. ഇനി നമ്മൾ അടുത്തത് മൈക്രോഫോണിൻ്റെ പാർട്സിലോട്ട് പോവുകയാണെങ്കിൽ മക്കൾ ഇങ്ങോട്ട് നോക്കണം. ഇവിടെയും നോക്കുക, ഒരു ഡയഫ്രം ഉണ്ട്. ഈ ഡയഫ്രത്തിൽ കണക്ട് ചെയ്ത് തന്നെയാണ് ആരിയ്ക്കുന്നത്, നമ്മുടെ വോയിസ് കോയിൽ ഇരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെയും എന്തുണ്ട്, ഒരു മാഗ്നറ്റ് ഉണ്ട്, ഒരു സ്ഥിരകാന്തമുണ്ട്, ഒരു പെർമനന്റ് മാഗ്നറ്റ് ഉണ്ട്. റെഡി അല്ലടാ മക്കളെ? ഇനി നമുക്ക് ഇതിന്റെ വർക്കിങ്ങും അല്ലെങ്കിൽ ഇവിടുത്തെ എനർജി ട്രാൻസ്ഫർമേഷൻ അല്ലെങ്കിൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കാം. എന്താണ് ഇവിടുത്തെ വർക്കിംഗ് പ്രിൻസിപ്പിൾ? പ്രവർത്തന തത്വം നോക്കുകയാണെങ്കിൽ ഇവിടെ മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. നമ്മുടെ ലൗഡ് സ്പീക്കറിൽ മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. നമുക്കറിയാം എന്താണ് മോട്ടോർ പ്രിൻസിപ്പിൾ പറയുന്നത്. ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബലം അനുഭവപ്പെടും, ഫോഴ്സ് അനുഭവപ്പെടും. അതേപോലെ തന്നെ നമ്മൾ മൂവിംഗ് കോയിൽ മൈക്രോഫോൺ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വൈദ്യുത കാന്തിക പ്രേരണം, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. എന്താ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന? ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളൊരു കോയിലിനെ വെച്ചു, ആ കോയിലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് മാറ്റം ഉണ്ടാകുമ്പോൾ ആ കോയിലിനകത്ത് EMF ഉണ്ടാകും. അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം എനർജി ട്രാൻസ്ഫോർമേഷൻ, ഊർജ്ജമാറ്റം എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മളുടെ ലൗഡ് സ്പീക്കറിനകത്താണെങ്കിൽ ഇലക്ട്രിക് എനർജീനെ സൗണ്ട് എനർജി ആക്കി മാറ്റുന്നു, അതായത് വൈദ്യുതോർജ്ജത്തിനെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്നു. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് എവിടെ, നമ്മുടെ മൈക്രോഫോണിൽ എന്താ മക്കളെ സംഭവിക്കുന്നത്? ഈ സൗണ്ട് എനർജീനെ ഇലക്ട്രിക് എനർജി ആക്കി മാറ്റുന്നു, അല്ലെങ്കിൽ ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇതിൻ്റെ രണ്ടിൻ്റെയും വർക്കിംഗ് ആണ്. മക്കളെ വർക്കിംഗ് വളരെ സിമ്പിളാക്കി ഞാൻ സ്ലൈഡിലൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെടുക്കാം, സ്ക്രീൻഷോട്ട് എടുക്കാം. ഇംഗ്ലീഷിലുമുണ്ട്, മലയാളത്തിലുമുണ്ട്. സിംപ്ലി ഞാൻ ഇതിൻ്റെ വർക്കിംഗ് പറഞ്ഞുതരാം. ഈ പടം വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. നോക്കണം മക്കളെ, ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്കറിയാം, ലൗഡ് സ്പീക്കർ ആണെങ്കിൽ അവിടെ ഇലക്ട്രിക്കൽ സിഗ്നൽ, ഈ കണക്റ്റിംഗ് വയർ കണ്ടോടാ, ഈ കണക്റ്റിംഗ് വയറിലൂടെ നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നൽ കൊടുക്കുന്നു. ഈ ഇലക്ട്രിക്കൽ സിഗ്നൽ എവിടെ വരുന്നു? ഈ വോയിസ് കോയിൽ വരുന്നു. ഈ വോയിസ് കോയിൽ ഇരിക്കുന്ന എവിടെയാണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡാണ്, ഒരു കാന്തിക മണ്ഡലത്തിലാണ് ഇരിക്കുന്നത്. നമുക്കറിയാം ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന അല്ലെങ്കിൽ വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇവൻ ഇരിക്കുന്നതും ഒരു മാഗ്നറ്റിക് ഫീൽഡാണ്. സ്വാഭാവികമായിട്ടും അവിടെ ഒരു ബലം ഉണ്ടാവുകയും ഈ വോയിസ് കോയിൽ എന്ത് ചെയ്യുന്നു? വൈബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ കമ്പനാവസ്ഥ ഇങ്ങനെ മൂവ് ചെയ്യുന്നു. ഈ വോയിസ് കോയിലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഡയഫ്രോ മക്കൾ എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. അപ്പോൾ വോയിസ് കോയിൽ മൂവ് ചെയ്യുന്നു, ഡയഫ്രോ മൂവ് ചെയ്യുന്നു. ഡയഫ്രം മൂവ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ എന്താകുന്നു? സൗണ്ട് എനർജി ഉണ്ടാകുന്നു, ശബ്ദോർജ്ജമായി പുറത്തു വരുന്നു. വായുവിലൂടെ ആ ശബ്ദോർജ്ജം നമ്മുടെ ചെവിയിലോട്ട് എത്തുന്നതാണ്. ഇനി നമ്മൾ എങ്ങോട്ട് വരുന്നു? നമ്മളുടെ മൈക്രോഫോണിലോട്ട് വന്നു കഴിഞ്ഞാൽ മൈക്രോഫോണിൽ മക്കൾ എന്താ സംഭവിക്കുന്നത്? അവിടെ നമ്മൾ സൗണ്ടാണ് കൊടുക്കുന്നത്. ശബ്ദ തരംഗങ്ങൾ, സൗണ്ട് എന്ത് ചെയ്യുന്നു? ഈ ഡയഫ്രത്തിനെ വൈബ്രേറ്റ് ചെയ്യിക്കും. നേരത്തെ ഇലക്ട്രിസിറ്റി കൊടുത്തിട്ട് നമ്മൾ ഡയഫ്രത്തിനെ വൈബ്രേറ്റ് ചെയ്തു. ഇവിടെ എന്താണ്? സൗണ്ട് എനർജി കൊടുത്തിട്ട് ഡയഫ്രത്തിനെ നമ്മൾ വൈബ്രേറ്റ് ചെയ്യുന്നു. ഈ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നത് എവിടെ ഇരുന്നു കൊണ്ടാണ് മക്കളെ? ഒരു മാഗ്നറ്റിൽ ഇരുന്നു കൊണ്ടാണ് ഈ കോയിൽ വൈബ്രേറ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഈ കോയിലിനകത്ത് എന്തുണ്ടാകും മക്കളെ? ഇലക്ട്രിക്കൽ സിഗ്നൽ ഉണ്ടാകും. ആ ഇലക്ട്രിക്കൽ സിഗ്നലാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഈ ഇലക്ട്രിക്കൽ സിഗ്നൽ നമ്മൾ എവിടെ കൊടുക്കുന്നു? ആംപ്ലിഫയർ കൊടുക്കുന്നു, അതിനെ സ്ട്രെങ്തൻ ചെയ്യിക്കുന്നു. അതിനുശേഷം നമ്മൾ എവിടെ കൊടുക്കുന്നു? ലൗഡ് സ്പീക്കർ കൊടുക്കുമ്പോൾ നമ്മളിവിടെ ചെയ്യ പാട്ട് പാടിയാൽ അത് ലൗഡ് സ്പീക്കറിൽ എത്തുമ്പോൾ ചെയ്യ എന്ന് വലിയ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതാണ് നമ്മളുടെ ഈ രണ്ട് ഡിവൈസ്. ഉറപ്പായും പഠിച്ചിട്ട് പോവുക. ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ലൈവിൽ നമുക്ക് തകർത്ത് പഠിക്കാം, ഒരുമിച്ചിരുന്ന് പഠിക്കാം. A+ ആണ് നമ്മുടെ ലക്ഷ്യം. ബൈ ബൈ.